Hello, this is Malayalam Tutorials. Malayalam Tutorialസിനെ മറ്റൊരു അധ്യായത്തിലൂടെ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കൃത ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ കൃത ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ട്യൂൺ ഷെയ്ഡിംഗ് ചെയ്യാമെന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് എങ്ങനെ ട്യൂൺ ഷെയ്ഡിംഗ് ചെയ്യാമെന്ന് കണ്ടു. അതിൻ്റെ കൃത വേർഷനാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. സോ ഞാൻ കൃത ഓപ്പൺ ചെയ്തിരിക്കുന്നു. നമ്മുടെ ഫയൽ ഞാനിവിടെ ഓപ്പൺ ചെയ്തു. സോ ഇതാണ് നമ്മുടെ ഫയൽ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും ബ്ലാക്ക് ഇങ്കും. അപ്പോൾ ആദ്യം നമുക്ക് മുൻപ് ചെയ്ത പോലെ തന്നെ ഇതിലെ വൈറ്റ് ഏരിയ നമുക്ക് ഒഴിവാക്കണം. ലെയർ സെലക്ട് ചെയ്തിരിക്കുക, ഫിൽറ്ററിൽ പോവുക, കളർ ടു ആൽഫ, ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ വൈറ്റ് സെലക്ട് ചെയ്തിട്ട് ത്രെഷോൾഡ് 100 കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് ലെയറിൽ വൈറ്റ് ഏരിയയും ട്രാൻസ്പെറൻ്റായി മാറും. ഇനി ഇവിടെ ലൈനുകളുടെ അരികിലായിട്ട് എന്തെങ്കിലും നോയ്സ് ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് താഴെ ഒരു ലെയർ വലിച്ചിട്ടിട്ട് ആ ലെയറിൽ നമുക്ക് കംപ്ലീറ്റ് ബ്ലാക്ക് ഫിൽ ചെയ്യാം. നമ്മുടെ നിങ്ങളുടെ ടൂൾ ഫിൽ ബക്കറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ടൂൾ ഓപ്ഷൻസിൽ യൂസ് പാറ്റേൺ ഓഫ് ചെയ്തിരിക്കുന്നു ഉറപ്പ് വരുത്തണം. ലിമിറ്റ് കറണ്ട് ലെയർ നല്ലതാണ്, കുഴപ്പമില്ല. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ, ബ്ലാക്ക് കംപ്ലീറ്റ് നിറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു പ്രോബ്ലം നമ്മുടെ ഔട്ട്ലൈൻ പിക്ചറിലില്ല, എല്ലാം കംപ്ലീറ്റ് ബ്ലാക്കാണ്. സോ ദാറ്റ്സ് ഗുഡ്. ഇനി നമുക്ക് കളർ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്കിത് ലോക്ക് ചെയ്തിടാം. ഞാൻ പുതിയൊരു ലെയർ ആഡ് ചെയ്യുന്നു, ഇതിൻ്റെ ചുവട്ടിലേക്ക് വലിച്ചു നിൽക്കുന്നു, അതിൻ്റെ പേര് കൊടുക്കുന്നു സ്കിൻ. ഓക്കെ, നമ്മൾ പെയിൻറ്റ് ബക്കറ്റ് ടൂൾ സെലക്ട് ചെയ്തു. ടൂൾ ഓപ്ഷൻസിൽ ലിമിറ്റ് ടു കറണ്ട് ലെയർ ടേൺ ഓഫ് ചെയ്തു. ഇനി ഞാൻ ഒരു സ്കിൻ കളർ സെലക്ട് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, കാണാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അത് കളർ ചെയ്യുന്നത്. ഒന്നുകൂടി അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാൻ സ്കിന്നിൻ്റെ ഭാഗങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത ലെയർ ഞാൻ ആഡ് ചെയ്യുന്നു. അത് ഹെയർ ഏരിയ ആണ്. ഹെയർ സെലക്ട് ചെയ്യും. ഹെയറിൻ്റെ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. പുഷ് ചെയ്യുന്നു, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി കറക്റ്റ് ഏരിയയിൽ അതൊക്കെ വളരെ എക്സാക്റ്റ് മെഷർമെൻറ്റിലാണ് അത് ഫില്ലാകുന്നത്. അടുത്ത ലെയർ അതിൽ നമ്മൾ സ്കാർഫ് എന്താണെങ്കിൽ അതും നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഗ്രീൻ എടുത്തിട്ട് നമ്മൾ ഓരോ ഏരിയയും പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ തലപ്പാവ് യെല്ലോ ഏരിയ നമ്മൾ ഒരു പുതിയ ലെയർ ഉണ്ടാക്കിയിട്ട് അതിൽ ആഡ് ചെയ്യുകയാണ്. സോ യെല്ലോ നമ്മൾ ആഡ് ചെയ്തു. ഇവിടെ നമ്മൾ യെല്ലോ കൊടുത്തു. ഇതിനുള്ളിലും നമ്മൾ യെല്ലോയുടെ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തു. ഇനി അടുത്തായിട്ട് ഐസ്, നമ്മൾ പുതിയൊരു ലെയർ ആഡ് ചെയ്യുന്നു. ഐസ് ഏകദേശം വൈറ്റ് സെലക്ട് ചെയ്യുന്നു, നമ്മൾ കണ്ണ് നിറക്കുന്നു. ഐയുടെ ഉള്ളിലുള്ള കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്യാം. ഞാനൊരു ബ്ലൂ കളർ കൊടുക്കും. ഓക്കെ, സോ ഫ്ലാറ്റ് ഷെയ്ഡിങ് ഇത്രയും സിമ്പിളാണ്, വളരെ പെട്ടെന്ന് നമുക്കത് കംപ്ലീറ്റ് ചെയ്യും. ഇത് നമുക്ക് ഷെയ്ഡിങ് കൊടുക്കണം. ഷെയ്ഡിങ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷെയ്ഡിങ് മോഡാണ്. നമ്മൾ സ്കിന്നിനെ Ctrl+G പ്രസ് ചെയ്യുക. സ്കിൻ സെലക്ട് ചെയ്ത് Ctrl+G പ്രസ് ചെയ്യുമ്പോൾ അതിന് മുകളിൽ ഒരു ഗ്രൂപ്പ് ലെയർ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, എന്നിട്ട് ആ സ്കിൻ ലെയറിനെ ഗ്രൂപ്പിലേക്ക് വലിച്ചു. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ലെയറിനുള്ളിൽ പുതിയൊരാൾ വന്നു. സ്കിൻ ഗ്രൂപ്പ് ലെയർ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് ഹൈഡ് ആവും. എന്നിട്ട് സ്കിന്നിന് മുകളിൽ നമ്മൾ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തു. അത് നമ്മുടെ ഷെയ്ഡ് ലെയറാണ്. ഷെയ്ഡ് ലെയറിൽ നമ്മളിപ്പോൾ ബ്രഷ് എടുത്തിട്ട് വരച്ചു കഴിഞ്ഞാൽ കാണാം അതേ കളർ ചേഞ്ച് ചെയ്തിട്ട് വരച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിന് മാസ്ക് ഒന്നുമില്ല, അത് കംപ്ലീറ്റ് ആയിട്ട് പരന്നൊഴുകുന്നുണ്ട്, എല്ലാ ഭാഗത്തേക്കും അത് കടന്നു വരുന്നുണ്ട്. നമുക്കതിനെ ഫോട്ടോഷോപ്പ് ചെയ്ത പോലെ അതിനെ ഒരു ക്ലിപ്പിംഗ് മാസ്ക് ആഡ് ചെയ്യണം. അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഷെയ്ഡർ എന്ന് പറയുന്ന ലെയറിൻ്റെ മൂന്നാമത്തെ ഒരു ഐക്കൺ ഒരു ആൽഫ ചിഹ്നം നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്മേൽ ഒരു വര കൊടുക്കും. നിങ്ങൾ അതിന്മേൽ അങ്ങനെ മൗസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇൻഹെറിറ്റ് ആൽഫ എന്ന് പറയുന്നിടത്ത് യെസ് എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇൻഹെറിറ്റ് ആൽഫ യെസ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഗ്രൂപ്പിലെ അതിന് തൊട്ട് താഴെയുള്ള ലെയറിൻ്റെ ആൽഫ
ഈ ഗ്രൂപ്പ് ഷെയർ ചെയ്യും, അതായത് ഇൻഹെറിറ്റ് ചെയ്യും. ഇനി ഞാൻ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ അത് പെടുന്നു. അപ്പോൾ നമുക്കൊരു ഹാർഡ് അടിച്ച് ബ്രഷ് എടുക്കാം. ഓക്കെ, ഞാൻ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തേക്കൊന്നും പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കറക്റ്റ് ആ ഏരിയയിൽ തന്നെയാണ് നമ്മുടെ ഷെയ്ഡുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. നമുക്ക് കറക്റ്റായി ഷെയ്ഡ് ചെയ്യാം. സ്കിന്നിൻ്റെ ഷെയ്ഡിങ് നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് ഹെയർ ആണ്. ഹെയറും സെലക്ട് ചെയ്ത് Ctrl+G പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിന് മുകളിലൊരു ഗ്രൂപ്പ് ലെയർ ഉണ്ടാവും. ഹെയർ അതിലേക്ക് വലിച്ചിടുന്നു. അതിന് മുകളിൽ നമ്മൾ ഹെയറിൻ്റെ ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആൽഫ ഇൻഹെറിറ്റ് നമ്മൾ ഓൺ ചെയ്യുന്നു. നമ്മുടെ ഹെയറിൻ്റെ കളർ സെലക്ട് ചെയ്ത് അതിൻ്റെ സ്വല്പം ഡാർക്കിലേക്ക് വരുന്നു. നമ്മൾ ഡാർക്ക് കളർ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പുരികം ഐബ്രോ നമ്മൾ ആഡ് ചെയ്തു. ഇനി അടുത്ത ആൾ നമ്മുടെ തലപ്പാവാണ്. തലപ്പാവ് സെലക്ട് ചെയ്യുന്നു. Ctrl+G പ്രസ് ചെയ്യുന്നു. ലെയറിലേക്ക് വലിച്ചിടുന്നു. പുതിയ ലെയർ ആഡ് ചെയ്യുന്നു. ആൽഫ ഇൻഹെറിറ്റ് ഓൺ ചെയ്യുന്നു. തലപ്പാവിന് കളർ സെലക്ട് ചെയ്തു. ഡാർക്ക് കളർ സെലക്ട് ചെയ്തു. നമ്മൾ തലപ്പാവിന് ഷെയ്ഡിങ് കൊടുക്കുകയാണ്. ഓക്കെ, ശരി, അത് നമ്മൾ ക്ലോസ് ചെയ്തു. തലപ്പാവിൻ്റെ യെല്ലോ ഭാഗം സെലക്ട് ചെയ്തു. Ctrl+G ഈ താഴെയുള്ള ലെയർ ഗ്രൂപ്പ് ലെയർക്ക് വലിച്ചിടുന്നു. പുതിയ ലെയർ ആഡ് ചെയ്യുന്നു. ആൽഫ ഇൻഹെറിറ്റ് ഓൺ ചെയ്യുന്നു. യെല്ലോ കളർ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഡാർക്ക് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സോറി, ഓക്കെ. അപ്പോൾ നമ്മൾ ലൈറ്റ് ഡാർക്ക് ഷെയ്ഡുകളൊക്കെ ഇപ്പോൾ ആഡ് ചെയ്ത് നമുക്കിവിടെ താഴെ കൂടെ ആഡ് ചെയ്യാനുണ്ട്. സോ നമ്മുടെ പിക്ചറിൽ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ണിനൊക്കെ വേണമെങ്കിൽ ഷെയ്ഡ് കൊടുക്കാം. ഒരു സൈഡിലെ ഷെയ്ഡിങ് നമ്മൾ കൊടുത്തു. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈറ്റ് ഷെയ്ഡിങ്ങും ഓരോ ഗ്രൂപ്പിലും അതിന് മുകളിൽ ഒരു ലെയർ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ലൈറ്റ് ഷെയ്ഡിങ്ങും ചെയ്യാവുന്നതാണ്. ഞാനത് ഇത് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടുള്ള മെച്ചം നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് പെട്ടെന്ന് ഷെയ്ഡിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഷെയ്ഡിൻ്റെ ആ ലെയർ സെലക്ട് ചെയ്യുക. Ctrl+U പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഹ്യൂ സാച്ചുറേഷൻ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കളർ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒപ്പാസിറ്റി നിങ്ങൾക്ക് ഇവിടെ കുറക്കാവുന്നതാണ്. അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാൻ മൾട്ടിപ്ലൈ ആരാധകനാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് ഇപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് ഷെയ്ഡും ആഡ് ചെയ്യാം. ഞാൻ തൽക്കാലം സമയത്തിൻ്റെ ലാഭം നോക്കിയിട്ട് അത് ഒഴിവാക്കാം. നമുക്ക് ഇതെല്ലാം കൂടെ പുതിയൊരു ലെയറിലേക്ക് കൊണ്ടുവരാം. Ctrl+A, Ctrl+Shift+C, Ctrl+V പ്രസ് സോറി നിങ്ങൾക്ക് ഏറ്റവും മുകളിലുള്ള ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ Ctrl+V അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ലെയർ കിട്ടും. ഓക്കെ, പുതിയ ലെയറിൽ നമ്മളെ മുഴുവൻ പിക്ചർ ആ ഫയലിൽ ഓൺ ചെയ്തിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള എല്ലാ ഏരിയയും കോപ്പി പേസ്റ്റ് അടിച്ച് പുതിയൊരു ലെയർ കിട്ടി. Ctrl+Shift ചെയ്യാൻ നമുക്ക് അതിൻ്റെ സെലക്ഷൻ ഒഴിവാക്കാം. ഇനി നമുക്ക് ഈ എഡ്ജ് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. സെലക്ട് ഒപാക്ക്. അതോടുകൂടി ആ ലെയറിൻ്റെ സൈഡൊക്കെ സെലക്ട് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾ ആ ലെയർ ഹൈഡ് ചെയ്യുന്നു. ഇതിലൂടെ രണ്ട് സെലക്ഷൻ ഉള്ളിൽ കണ്ണിൻ്റെ ഏരിയയൊക്കെ അവിടെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. തൽക്കാലം നമുക്കതിനെ അങ്ങോട്ട് കൂട്ടിപ്പിടിക്കാം. അപ്പോൾ നമ്മൾ സെലക്ഷൻ ടൂൾ എടുക്കുക. ടൂൾ ഓപ്ഷൻസിൽ യൂണിയൻ കൊടുത്തിട്ട് ജസ്റ്റ് വരച്ച് കഴിഞ്ഞാൽ അത് രണ്ടും നിങ്ങൾക്കതിൽ ആഡ് ചെയ്തെടുക്കാം. 3 ലെയേഴ്സിൽ പോകുന്നു. നമ്മൾ പുതിയൊരു ലെയർ ആഡ് ചെയ്യുന്നു. ഈ ലെയറിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്നുമല്ല, നമ്മുടെ ഒരു ബ്രഷ് എടുത്തിട്ട് ബ്രഷ് എടുക്കുക.
നമ്മളൊരു ഡാർക്ക് ഷെയ്ഡ് ആഡ് ചെയ്യുകയാണ്. ഈ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏരിയ ഒഴിവാക്കാവുന്നതാണ്. എറേസർ ഈ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കും. ഇനി മറ്റൊരു ലെയർ കൂടി ആഡ് ചെയ്ത് ഞാനൊരു ലൈറ്റ് കളറും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ആഡ് ചെയ്യാം. നമ്മൾ ഫോട്ടോഷോപ്പ് ചെയ്ത പോലെ തന്നെ. ഇപ്പോൾ 2 ലെയർ നമ്മൾ കൊടുത്തു. കൺട്രോൾ ഷിഫ്റ്റ് ചെയ്യുക, നമ്മൾ ഒഴിവാക്കി. നമ്മൾ പുതുതായി ഉണ്ടാക്കിയ ലെയറൊക്കെ അഥവാ ഇയാളെ നമ്മൾ പുറത്താക്കി. പഴയ ആളുകളൊക്കെ ഓൺ ചെയ്തു പുറത്ത് പോകും. ഇനി നിങ്ങൾക്ക് ഈ ലൈൻ ആർട്ടിൻ്റെ ലെയർ എടുത്തിട്ട് ഏറ്റവും മുകളിൽ കൊണ്ടുപോയി വെക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളെ ഡാർക്ക് ഷെയ്ഡ് ഇവിടെ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് മൾട്ടിപ്ലൈ കൊടുക്കുക. ലൈറ്റ് ഷെയ്ഡ് ഇവിടെ ഉണ്ട്, അത് എടുത്തിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് സ്ക്രീനും കൊടുക്കുക. സോ നിങ്ങളുടെ ടൂൺ ഷെയ്ഡിങ് ഇങ്ങനെയാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലെയർ എടുക്കാം. ഓക്കെ, ലെയർ എടുത്തിട്ട് നിങ്ങൾക്കൊരു ബ്രഷ് സെലക്ട് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് താഴെ ഒരു ലെയർ ഇട്ട് അതിൽ നമ്മളൊരു ചെറിയൊരു ഫില്ല് കൊടുക്കുന്നു. അതോടുകൂടി നമ്മുടെ കണ്ണിന് കൂടെ നമുക്ക് കളർ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. കണ്ണ് സെലക്ട് ചെയ്യുന്നു, പെയിൻറ്റ് ബക്കറ്റ് എടുത്ത് കണ്ണിൽ കുത്തുന്നു. അതോടുകൂടി ആൾ ഓക്കെ. സോ ഇങ്ങനെയാണ് നിങ്ങൾ കൃത ഉപയോഗിച്ചുകൊണ്ട് ഒരു ടൂൺ ഷെയ്ഡിങ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടൂൺ ഷെയ്ഡിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ഇങ്ങനെയാണ്. ഫോട്ടോഷോപ്പിൽ നമുക്ക് ക്ലിപ്പിംഗ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ ഓരോ ഷെയ്ഡിനും വേണ്ടി നമുക്ക് ഗ്രൂപ്പ് ലെയറുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. എന്നാൽ കൃത സോഫ്റ്റ്വെയറിൽ ഈ ആൽഫ ഇൻഹെറിറ്റ് ചെയ്യണമെങ്കിൽ, ആൽഫ എന്ന് പറയുന്ന ഈ സംഗതി നമുക്ക് ടിക്ക് ചെയ്തെടുക്കണമെങ്കിൽ അതൊരു ഗ്രൂപ്പിനുള്ളിലിടണം. അല്ലെങ്കിൽ അതിന് ചുവടെയുള്ള എല്ലാ ലെയറുകളുടെയും ആൽഫ അതിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. So that's all in this video. I hope you got something useful from this video. കൂടുതൽ മലയാളം ട്യൂട്ടോറിയലുകൾക്കായി ഈ പേജിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ ലൈക്ക് ചെയ്യുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.